കഴിഞ്ഞ ആഴ്ച നമ്മൾ മരപ്പട്ടിയെ പറ്റിയാണ് വീഡിയോ ചെയ്തത്. അതിൻ്റെ പണിപ്പുരയിലാണ് ഓർത്തത്. ഈനാമ്പേച്ചിക്ക് മരപ്പട്ടി കൂട്ട് എന്നാണല്ലോ ചൊല്ല്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈനാമ്പേച്ചിയെ പറ്റി തന്നെ ആവട്ടെ. ഹലോ ഒരുവൺ, എൻ്റെ പേര് ഡേവിഡ് രാജു. ഞാൻ നാച്ചുറലിസ്റ്റാണ്. ഇന്ത്യയിലെ പല കാട്ടിലും നാച്ചുറലിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് മധ്യപ്രദേശിലെ പല ടൈഗർ റിസർവുകളിലും നാച്ചുറലിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ ഈനാമ്പേച്ചിയെ കണ്ട കാര്യത്തിൽ തന്നെ തുടങ്ങാം. 2014 ഡിസംബർ മാസത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ഈനാമ്പേച്ചിയെ കാണുന്നത്. അത് സത്പുര ടൈഗർ റിസർവിൽ വെച്ചിട്ടാണ്. സത്പുര ടൈഗർ റിസർവിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ മടൈ എന്ന് പറഞ്ഞൊരു സോണിലാണ് ഞങ്ങൾ വണ്ടിയിൽ പോയിട്ട് ആനിമൽസിനെയൊക്കെ കാണാനായിട്ട് പോകുന്നത്. അവിടെ ഒരു കുറേ പാറകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്, ആംപാനി എന്ന് പറഞ്ഞൊരു സ്ഥലം. അവിടെ രാവിലെ സഫാരിക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് ആ സമയത്തൊക്കെ അവിടെ 2 ലെപ്പേഡുകളെ തുടർച്ചയായിട്ട് കാണുന്നത്, സബഡൽറ്റ് ആയിട്ടുള്ള 2 വയസ്സുള്ള 2 ലെപ്പേഡുകൾ തുടർച്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ആംപാനിയിലോട്ട് പതിയെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് കണ്ടൊരു കാഴ്ച, ഒരു ലെപ്പേഡ് വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. അത് ഞങ്ങൾ പീലു എന്ന് വിളിക്കുന്ന ഒരു ലെപ്പേഡ് എന്ന് പറഞ്ഞാൽ മഞ്ഞ കണ്ണുള്ള ഒരു ലെപ്പേഡായിരുന്നത്. അത് തൊട്ടടുത്ത് തന്നെ കണ്ടു, കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ലെപ്പേഡ് പോയിട്ടൊരു മരത്തിൻ്റെ മേളിലോട്ട് കയറി. ചെറിയൊരു മരമായിരുന്നു, മരത്തിൻ്റെ മേളിൽ കയറിയിരുന്നു. അത് മരം കാടുന്നുണ്ടായിരുന്നു, കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഈ പുലി പോയിട്ട് ഒരു പാറയുടെ മേളിൽ പോയിട്ട് ഇരുന്നു. ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഈ പുലിയുടെ ഫോട്ടോ എടുക്കാൻ തുടങ്ങി. കുറച്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പുലി എഴുന്നേറ്റ് നിന്നു. കുറച്ച് നേരം എഴുന്നേറ്റ് നിന്നിട്ട് ഞങ്ങളുടെ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് കുറേ നേരം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്തോ സൗണ്ട് കേട്ടിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് ആ പാറപ്പുറത്തുനിന്ന് ഇറങ്ങിയിട്ട് ഓടി റോഡ് ക്രോസ് ചെയ്തിട്ട് അവിടെ ചില പുൽക്കൂട്ടം പോലുണ്ട്. ആ പുൽക്കൂട്ടത്തിനകത്തോട്ട് ചെന്നു. ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല, അതിൻ്റെ അകത്ത് എന്തോ സാധനത്തിനെ പിടിച്ചെന്ന് മനസ്സിലായി. കുറച്ച് കഴിഞ്ഞപ്പം ഞങ്ങളിങ്ങനെ ബൈനോക്കുലർ വെച്ച് നോക്കാൻ തുടങ്ങി. ഞാനിങ്ങനെ എൻ്റെ ബൈനോക്കുലർ പിക്ക് ചെയ്തിട്ട് കുറേ നേരം ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ ഞാൻ കണ്ട കാര്യം, അവിടെ ഒരു ഈനാമ്പേച്ചിയെ ഈ ലെപ്പേഡിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനെ ഇങ്ങനെ തട്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ തന്നെ ഞാൻ അവിടെ നിന്ന് ഷൗട്ട് ചെയ്തു, ഡോണ്ട് ടെൽ മീ ഇറ്റ്സ് എ പാങ്കോലിൻ. അപ്പം ഞാൻ ആദ്യമായിട്ട് കണ്ട പാങ്കോലിൻ എന്ന് പറഞ്ഞത് ഒരു പുലി ഈ പാങ്കോലിനെ ഇട്ട് തട്ടിക്കളിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഫുട്ബോൾ പോലെ ഒരു റൗണ്ട് ആക്കി ഇട്ടിട്ട് ആ ലെപ്പേഡ് അതിനെ ഇങ്ങനെ ഓപ്പൺ ചെയ്യാനായിട്ട് നോക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഞാൻ കണ്ടത്. സത്പുരയിൽ ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്കിന് ഈ നീലുവിൻ്റെ ബീലുവിൻ്റെ കാര്യം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ടവർക്ക് ആ വീഡിയോ പോയി കാണാവുന്നതാണ്. രണ്ടാമതായി ഞാൻ പാങ്കോലിനെ കണ്ടത് കൻഹ ടൈഗർ റിസർവ് വെച്ചിട്ടാണ്. അത് 2018 ഒരു ഡിസംബർ മാസത്തിലാണ്. ഞാൻ താമസിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ മുക്കി ഗേറ്റിൽ നിന്ന് ഏകദേശം ഒരു 10-12 കിലോമീറ്റർ ദൂരത്തിലാണുള്ളത്. അപ്പോൾ രാവിലെ ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്തിട്ട് ഡ്രൈവ് ചെയ്തിട്ട് വേണം മുക്കി ഗേറ്റിലോട്ട് പോകാൻ. കൻഹയിൽ മെയിനായിട്ട് 2 ഗേറ്റായിട്ടാണ് ഉള്ളത്, കൻഹ ഗേറ്റും പിന്നെ മുക്കി ഗേറ്റ്, അല്ലെങ്കിൽ കിസ്ലി ഗേറ്റും മുക്കി ഗേറ്റും. അപ്പോൾ ഞങ്ങളുടെ എൻട്രി എന്ന് പറഞ്ഞാൽ മുക്കി ഗേറ്റിൽ നിന്ന്. അപ്പോൾ ഞാൻ വണ്ടിയൊക്കെ സ്റ്റാർട്ടാക്കി രാവിലെ 6 മണിക്ക് തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഡിസംബറൊക്കെ ആണ്, നല്ല മഞ്ഞൊക്കെ ഉണ്ട്, നല്ല തണുപ്പുണ്ട്, നല്ല മൂടൽ മഞ്ഞുള്ള സമയമാണ്. അപ്പോൾ റോഡ് കൂടി ഇങ്ങനെ പോകുന്ന സമയത്ത് കുറച്ച് വെട്ടം മാത്രമേ ഉള്ളൂ. എന്തോ ഒരു ജീവി ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. പെട്ടെന്ന് വണ്ടി അടുത്ത് ചെന്നിട്ട് ചവിട്ടി നിർത്തി നോക്കിയപ്പോഴത്തേനും മനസ്സിലായി, ഒരു ഈനാമ്പേച്ചി പതിയെ റോഡ് ക്രോസ് ചെയ്തിട്ട് ചെറിയൊരു ഡിച്ച് പോലെ ഉണ്ടായിരുന്നു, അതിൻ്റെ അകത്തോട്ട് ഇറങ്ങിപ്പോകുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പം ഞങ്ങൾ കുറേ അവിടെ നേരം നിന്നിട്ട് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം അധികം വെട്ടമില്ലായിരുന്നു. അപ്പോൾ കുറേ നേരം ബൈനോക്കുലറൊക്കെ വെച്ച് നോക്കി അതിനെ കണ്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഗേറ്റിൽ പോയിട്ട് ഞങ്ങളുടെ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞപ്പോൾ അവരാരും വിശ്വസിക്കുന്നില്ല. കാരണം അവർ പറഞ്ഞു അങ്ങനെയൊന്നും കാണാൻ സാധ്യമില്ല. അവരൊക്കെ തിരിച്ച് വന്ന് ഗസ്റ്റിനോട് ചോദിച്ചു, നിങ്ങൾ കണ്ടോന്ന് ചോദിച്ചപ്പോൾ ഗസ്റ്റെല്ലാം പറഞ്ഞു യെസ്, ഞങ്ങൾ ഈ ഈനാമ്പേച്ചി നന്നായിട്ട് കണ്ടു എന്ന് അവരൊക്കെ പറഞ്ഞപ്പോഴാണ് അവർക്ക് വിശ്വാസം വന്നത്. അതായിരുന്നു എൻ്റെ രണ്ടാമത്തെ സൈറ്റിംഗ്. ഇങ്ങനെ 2 പ്രാവശ്യമാണ് ഞാൻ ഈനാമ്പേച്ചിയെ കാട്ടിൽ കണ്ടിട്ടുള്ളത്. ഈനാമ്പേച്ചിക്ക് ഇംഗ്ലീഷിൽ പാങ്കോലിൻ എന്നാണ് പറയുന്നത്. മലയാളത്തിൽ അതിന് ഉറുമ്പ് തീനി, അളുങ്ക് എന്ന് പറയുന്ന പേരുകളൊക്കെ ഉണ്ട്. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഇതൊരു ഉരകമാണെന്ന് തോന്നും. പുറത്തൊക്കെ നല്ല സ്കെയിൽസും പുറത്തും ദേഹത്തും ഒക്കെ നല്ല സ്കെയിൽസ് ഒക്കെ ആയിട്ടുള്ള ഒരു ഉരകവർഗത്തിൽ, ഒരു റെപ്റ്റൈലിനെ പോലൊക്കെ ഇരിക്കും. പക്ഷേ ഇത് ആക്ച്വലി ഒരു സസ്തനിയാണ്. എന്ന് പറഞ്ഞാൽ പ്രസവിച്ച് മുലയൂട്ടി കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഒരു സസ്തനിയാണ് ഈ പാങ്കോലിൻ. ഇതൊരു വ്യത്യസ്തമായ ജീവി ആയതുകൊണ്ട് ഇതിനെ എങ്ങനെ തിരിച്ചറിയാമെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇതൊരു ബ്രൗൺ കളറിൽ, അല്ലെങ്കിൽ ചോക്ലേറ്റ് ബ്രൗൺ കളറിലാണുള്ളത്. ഇതിന്റെ ശരീരം ഉടനീളം ശൽക്കങ്ങൾ അല്ലെങ്കിൽ സ്കെയിൽസ് ഉണ്ട്. ഈ ശൽക്കങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നഖവും മുടിയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ കെരാട്ടിൻ എന്ന് പറഞ്ഞൊരു വസ്തു വെച്ചിട്ടാണ് ഇതുണ്ടായിരിക്കുന്നത്. അപ്പം അതേ സെയിം കെരാട്ടിൻ വെച്ചിട്ടാണ് ഇവരുടെ ശൽക്കങ്ങൾ. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആവരണം പോലെ ഇരിക്കും ഇതിൻ്റെ ശൽക്കങ്ങൾ. അത് മെയിനായിട്ട് ഉപയോഗിക്കുന്ന പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. ഏതെങ്കിലും ജീവികൾ പോയി അറ്റാക്ക് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഇത് പാനിക് ആകുന്ന സമയത്ത് ഡിഫൻസ് മെക്കാനിസം പോലാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ബോൾ പോലെ, ഒരു ഫുട്ബോൾ പോലെ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ അവരിക്കും. പലയിടത്തും ഞാൻ ഫോട്ടോഗ്രാഫൊക്കെ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗീർ നാഷണൽ പാർക്കിൽ, ഗുജറാത്തിലെ ഗീർ നാഷണൽ പാർക്കിൽ 2 സിംഹങ്ങൾ വന്നിട്ട് ഒരു പാങ്കോലിന് ഇങ്ങനെ ഇരിക്കുന്ന അതിനെ ഓപ്പൺ ചെയ്യാനൊക്കെ ശ്രമിക്കുന്ന ഫോട്ടോസ് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഒരു സുഹൃത്ത് ബാന്ധവ് ടൈഗർ റിസർവിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവൻ കണ്ടത് 2 സബഡൽറ്റ് ടൈഗേഴ്സ്, 2 വയസ്സുള്ള 2 ടൈഗേഴ്സ് ഒരു പാങ്കോലിനെ ഇട്ട് തട്ടിക്കളിക്കുന്ന കണ്ടു. എന്നിട്ട് അതിനെ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുന്നതൊക്കെ ആയിട്ട് അവൻ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോസൊക്കെ ഇവിടെ ഇടാം ഞാൻ. ഈ പാങ്കോലിനൊക്കെ വളരെ നീളമുള്ള ശരീരമാണുള്ളത്. നല്ല കൂർത്ത മുഖം, കുറുകിയ കാലുകൾ, ചെറിയ കണ്ണുകൾ, ചെറിയ ചെവി, നല്ല ഫ്ലാറ്റായിട്ട് നീളമുള്ള വാലുകളൊക്കെയാണ്
ഈ പാങ്കോലിനുള്ളത്. അല്ലാതെ കുറേയേറെ പ്രത്യേകതകളുണ്ട് ഈ പാങ്കോലിന്. അത് ഓരോന്നായിട്ട് നമുക്കൊന്ന് നോക്കാം. ഈ പ്രത്യേകതകൾ പറയുന്നതിന് മുമ്പ് ഒരു സങ്കടകരമായിട്ടുള്ളൊരു കാര്യം പറയാനുള്ളത്, ലോകത്ത് ഏറ്റവും കൂടുതൽ ട്രാഫിക് ചെയ്യപ്പെടുന്ന ഒരു ആനിമലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനധികൃതമായ മൃഗക്കടത്തിന് ഇരയാകപ്പെടുന്ന ഒരു മൃഗമാണ് ഈ പാങ്കോലിൻ. മെയിനായിട്ട് ട്രഡീഷണൽ ആയിട്ട് പല മെഡിസിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവയെ പിടിച്ചിട്ട് ഇതിൻ്റെ ശൽക്കങ്ങൾ എടുത്ത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജീവിയാണ് ഈ പാങ്കോലിൻ. നമ്മൾ കാണ്ടാമൃഗത്തിൻ്റെ കൊമ്പ് യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ആനക്കൊമ്പ്, കടുവയെ പിടിച്ച് കടുവയുടെ പല പാർട്ടുകൾ യൂസ് ചെയ്യുന്നതായിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ എത്രയോ മടങ്ങ് കൂടുതലാണ് ഈ പാങ്കോലിനെ പിടിച്ചുകൊണ്ട് പോകുന്നത്. ഇവർ രാത്രിയും ചരന്മാരാണ്. പകൽ സമയത്ത് ഏതെങ്കിലും ഒരു മാളത്തിനകത്ത് കയറി ഒളിച്ചിരുന്നിട്ട് കിടന്നുറങ്ങുകയാണ് അവർ ചെയ്യുന്നത്. രാത്രി ആകുമ്പോഴത്തേക്കാണ് ഇവർ വെളിയിൽ ഇറങ്ങിയിട്ട് തീറ്റ തേടാനായിട്ട് ഇറങ്ങുന്നത്. എന്നിരുന്നാലും ആഫ്രിക്കയിലെ ഒരു സ്പീഷീസ് ഉണ്ട്, ബ്ലാക്ക് ബെല്ലിഡ് പാങ്കോലിൻ എന്ന് പറഞ്ഞത്. അത് പകലാണ് ആക്റ്റീവ് ആകുന്നത്. അത് മരത്തിൻ്റെ ഒക്കെ മേളിലാണ് താമസിക്കുന്നത്. അവിടെ രാത്രിയിലല്ലത് പകലാണ് ഇത് ആക്റ്റീവ് ആകുന്നത്. ഇവരുടെ പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത് ഉറുമ്പുകളും ചെതിലുകളുമാണ്. ഇവർക്ക് പല്ലുകളില്ല. അതേസമയം ഇവർക്ക് നല്ല സ്റ്റിക്കി ആയിട്ടുള്ള നല്ല നീളമുള്ള നാക്കുണ്ട്. ഏകദേശം ഒരു 20 മുതൽ 40 സെൻറ്റിമീറ്റർ വരെ നീളം വെക്കുന്ന വളരെ പശമയമായിട്ടുള്ള ഒരു നീളമുള്ള നാക്കുണ്ട്. ഈ പശിമയുള്ള നാവ് വെച്ചിട്ട് ഉറുമ്പുകളെയും ചിതലുകളെയൊക്കെ ഇവർ കൂട്ടത്തോടെയാണ് അകത്താക്കുന്നത്. ഏകദേശം ഒരു രാത്രിയിൽ 20,000 മുതൽ 70,000 ഉറുമ്പുകളൊക്കെ ഇവർ തിന്നാറുണ്ടെന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. ഇവരിങ്ങനെ കൂട്ടത്തോടെ ഈ ഉറുമ്പുകളെയും ചെതിലുകളെയൊക്കെ ആഹാരമാക്കുന്നതിന് കൂടെ ഇവർ കുറച്ച് മണ്ണൊക്കെ അകത്തോട്ട് വിഴുങ്ങാറുണ്ട്. മണ്ണും ചെറിയ പൊടികളും ഒക്കെ. അത് ഇവരുടെ ദഹനത്തിന് നന്നായിട്ട് സഹായിക്കാറുണ്ട്. ഇതിങ്ങനെ ഇവരുടെ കഴിക്കുന്ന ഫുഡൊക്കെ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യാനൊക്കെ ഇത് സഹായിക്കാറുണ്ട്. ഇവരുടെ ഭക്ഷണ രീതി പറയുമ്പോഴത്തേക്കിന് ഇവരുടെ നഖങ്ങളെക്കുറിച്ചും പ്രത്യേകമായിട്ട് പറയണം. കാരണം ഇവർ ഉറപ്പുള്ള മണ്ണിലൊക്കെ ഇങ്ങനെ ചകഞ്ഞ് കുത്തിക്കിഴിച്ചാണ് ഇവർ ഈ ചിതലുകളെയും ഉറുമ്പിനെയൊക്കെ ആഹാരമാക്കുന്നത്. ഒന്ന് ഓർത്ത് നോക്കി, ചിതൽപ്പുറ്റൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ളതായിരിക്കും. അത് കുത്തിപ്പൊളിക്കാൻ വേണ്ടിയിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ല കേർവ്ഡ് ആയിട്ടുള്ള നഖങ്ങളാണ് ഇവർക്കുള്ളത്. അതുപോലെ തന്നെ ഇവർ നടക്കുന്ന സമയത്ത് ഇവർ ഈ നഖങ്ങൾ അകത്തോട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ടാണ് ഇവർ നടക്കുന്നത്. അപ്പം നമ്മൾ ഈ കൈ കുത്തിയിട്ട് എങ്ങനെ നടക്കുന്നോ അതുപോലെ ഇരിക്കും പാങ്കോലിൻസ് ഒക്കെ നടക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ കൺപോളകളുള്ളതുപോലൊക്കെ തന്നെ പാങ്കോലിന് ചെറിയൊരു കൺപോളയുണ്ട്. ഇവർ പ്രത്യേകിച്ച് ഉറുമ്പുകളെയും ചെതിലുകളെയൊക്കെ കഴിക്കുന്ന സമയത്ത് ഇതിങ്ങനെ അവർക്ക് അടച്ചു വെക്കാൻ പറ്റും. അപ്പം ഉറുമ്പുകളും ചെതിലുകളും ഒന്നും കണ്ണിൽ പോയി കഴിക്കാതിരിക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ചെവിക്കും ചെറിയൊരു ഫ്ലാപ്പ് പോലെ ഉണ്ട്, ചെറിയൊരു ലിഡ് പോലെ. അത് അവർക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. കാരണം ചെതൽപ്പൂറ്റിനകത്തോട്ടൊക്കെ തലയിട്ടിട്ട് ചെതിലുകളൊക്കെ കഴിക്കുന്ന സമയത്ത് അകത്തോട്ട് ചെതിലും ഉറുമ്പും ഒന്നും കയറി പോകാതിരിക്കാൻ അത് സഹായിക്കും. അതുപോലെ തന്നെ മൂക്കും അവർക്കിങ്ങനെ അടച്ചു വെക്കാൻ പറ്റും. അങ്ങനെ പലതരത്തിലുള്ള പ്രത്യേകതകളുണ്ട് ഈ പാങ്കോലിൻസിന്. നമുക്കറിയാമല്ലോ, നമ്മുടെ തേൻ കരടി അല്ലെങ്കിൽ സ്ലോത്ത് ബെയർ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ പുറത്ത് കയറ്റിയിട്ടാണ് നടന്നൊക്കെ പോകാറുള്ളത്. അതുപോലെ ഈനാമ്പേച്ചികൾ കുഞ്ഞുങ്ങളെ വാലിൽ ഇരുത്തിയിട്ട് സഞ്ചരിക്കാറുണ്ട് അവർ. ഇതൊക്കെയാണ് ഈനാമ്പേച്ചിയെ പറ്റിയിട്ടുള്ള സാധാരണമായിട്ടുള്ള കാര്യങ്ങൾ. ഇനി ലോകത്ത് 9 സ്പീഷീസ് ഈനാമ്പേച്ചികൾ അല്ലെങ്കിൽ 9 സ്പീഷീസ് പാങ്കോലിൻസ് ഉണ്ട്. ഇവരേതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ആഫ്രിക്കയിൽ 4 സ്പീഷീസ് പാങ്കോലിൻസ് ഉണ്ട്. ഏഷ്യയിൽ 5 സ്പീഷീസ് പാങ്കോലിൻസ് ഉണ്ട്. ആഫ്രിക്കയിൽ കാണുന്ന പാങ്കോലിൻസ് എന്ന് പറയുന്നത് വൈറ്റ് ബെല്ലിഡ് പാങ്കോലിൻ, ലോങ് ടെയിൽ പാങ്കോലിൻ, ജയന്റ് പാങ്കോലിൻ, ടെമിനിക്സ് പാങ്കോലിൻ, ഇങ്ങനെ 4 സ്പീഷീസ് പാങ്കോലിനാണ് ആഫ്രിക്കയിലുള്ളത്. ഏഷ്യയിൽ കാണുന്ന 5 സ്പീഷീസ് സുണ്ട പാങ്കോലിൻ, ഫിലിപ്പൈൻ പാങ്കോലിൻ, ചൈനീസ് പാങ്കോലിൻ, ഇന്ത്യൻ പാങ്കോലിൻ, പിന്നെ ക്രിപ്റ്റിക് പാങ്കോലിൻ. ഇങ്ങനെ 5 സ്പീഷീസാണ് ഏഷ്യയിലുള്ളത്. ഇതിൽ ആദ്യത്തെ 4 എണ്ണം കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ 5ാമത്തെ പേര് കേട്ടപ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് കാണും, ഈ ക്രിപ്റ്റിക് പാങ്കോലിന് എന്തിനാണ് പേരിട്ടിരിക്കുന്നത്? ഇതിൻ്റെ ലാറ്റിൻ നെയിം അതിലും വലിയ രസമാണ്. മാനിസ് മിസ്റ്റീരിയ എന്നാണ് ഇതിൻ്റെ ലാറ്റിൻ നെയിം. എന്ന് പറഞ്ഞാൽ ഭയങ്കര മിസ്റ്ററി ഉള്ളൊരു പാങ്കോലിനാണ്. ഇന്നേ വരെ ആരും ഇതിനെ കണ്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ മിസ്റ്ററി. പിന്നെ ഇങ്ങനെ ഒരു ജീവി ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 2012 ഹോങ്കോങ്ങിൽ വെച്ചിട്ട് ഒരു 26 സ്കെയിൽ, ഒരു പാങ്കോലിൻ്റെ 26 സ്കെയിൽ അവിടുത്തെ ഉദ്യോഗസ്ഥർ സീസ് ചെയ്ത് അവർ പിടിച്ചെടുത്തു. ആ പിടിച്ചെടുത്തിട്ട് പിന്നെ 2015 അവർക്ക് ഒരു 6 സ്കെയിൽ യുനാൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ചൈനയിൽ വെച്ച് അവർ പിടിച്ചെടുത്തു. അവർ പിടിച്ചെടുത്തിട്ട് ഇത് അവർ സ്റ്റഡി ചെയ്ത് നോക്കിയപ്പോഴത്തേക്കിന് ഇത് വേറെയുള്ള പാങ്കോലിനുമായിട്ട് ഒന്നും മാച്ച് ചെയ്യുന്നില്ല. അവർ പിന്നെ അതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞിട്ട് 2023 ടോങ് ടോങ് എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റും വേറെ കുറേ സയൻറ്റിസ്റ്റുകളൊക്കെ കൂടിയിട്ട് ഈ പാങ്കോലിനിട്ട പേരാണ് മാനിസ് മിസ്റ്റീരിയ എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്കെയിലിൽ നിന്ന് മാത്രമേ ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളൂ. ഇന്നേ വരെ ഈ സ്പീഷീസ് എവിടെ നിന്ന് വന്നോ, ഏത് രാജ്യത്തു നിന്ന് വന്നോ, അല്ലെങ്കിൽ ഇത് എവിടെ കാണുന്നു എന്നോ ഒന്നും ആർക്കും ഇതുവരെ അറിയത്തില്ല. ഒരു പക്ഷേ ഏതെങ്കിലും ഒരു രാജ്യത്ത് ചെറിയൊരു റിമോട്ട് സ്ഥലത്ത് മാത്രമായിട്ടുള്ളൊരു പാങ്കോലിനായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ ഏഷ്യയിലുള്ള ഏതെങ്കിലും ഒരു ഐലൻഡിൽ മാത്രമുള്ളൊരു പാങ്കോലിനായിരിക്കാം ഈ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഈ പാങ്കോലിൻ. ഇനി നമുക്ക് ഇന്ത്യയിൽ കാണുന്ന സ്പീഷീസുകളിലോട്ട് വരാം. ആദ്യത്തേത് ചൈനീസ് പാങ്കോലിൻ. ചൈനീസ് പാങ്കോലിൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ പാങ്കോലിനേക്കാളും വലിപ്പം കുറഞ്ഞിട്ടുള്ളൊരു സ്പീഷീസാണ്. ഇതൊരു ഗ്രേ കളറിലുള്ളൊരു പാങ്കോലിനാണ്. അതിൻ്റെ ദേഹത്തുള്ള സ്കെയിലുകൾക്കൊക്കെ വലിപ്പം കുറവാണ്. അതുപോലെ തന്നെ അതിൻ്റെ വാലിന് വളരെ നീളം കുറവാണ്, അത്ര ഫ്ലാറ്റായിട്ടുള്ളതല്ല. അതുപോലെ തന്നെ വാലിന് ടിപ്പിൽ സ്കെയിലുകളില്ല, അത് വളരെ നേക്കഡായിട്ടിരിക്കും. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ ചൈനീസ് പാങ്കോലിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇത് ഇന്ത്യയിൽ വെസ്റ്റ് ബംഗാളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്, ബീഹാറിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്, അരുണാചൽ പ്രദേശ്, ആസാം, മിസോറാം എന്ന് പറഞ്ഞ സംസ്ഥാനങ്ങളിലൊക്കെ
ഈ ചൈനീസ് പാങ്കലിനെ കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ത്യക്ക് പുറത്ത് സൗത്ത് ഏഷ്യയിലും പല രാജ്യങ്ങളിലും ഈ ചൈനീസ് പാങ്കലിനെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഏഷ്യയിലുള്ള മറ്റു പാങ്കലിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കിന് ഈ ചൈനീസ് പാങ്കലിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് നന്നായിട്ട് മരം കയറുന്ന ഒരു പാങ്കലിനാണ് ഈ ചൈനീസ് പാങ്കലിൻ. ആഫ്രിക്കയിലൊരു പാങ്കലിനുണ്ട്, 2 സ്പീഷീസ്, അത് സ്ഥിരമായിട്ട് മരം കയറാറുണ്ട്. എന്നിരുന്നാലും ഏഷ്യയിൽ കാണുന്ന പാങ്കലിൽ ഏറ്റവും കൂടുതൽ മരം കയറുന്ന അല്ലെങ്കിൽ ഒരു സെമി അർബോറിയലാണ് ഈ പാങ്കലിൻ എന്ന് പറഞ്ഞാൽ മരം കയറാനായിട്ട് വളരെ കഴിവുള്ള ഒരു പാങ്കലിനാണ് ഈ ചൈനീസ് പാങ്കലിൻ. അതുപോലെ തന്നെ ഇതിന് തണുപ്പ് കൂടിയ പ്രദേശങ്ങളിൽ നന്നായിട്ട് സർവൈവ് ചെയ്യാൻ പറ്റും. ചൈനയിലും നേപ്പാളിലും ഭൂട്ടാനിലും ഒക്കെ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ചൈനീസ് പാങ്കലിനെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. IUCN റെഡ് ലിസ്റ്റിൽ ആദ്യമായിട്ട് കയറിയ പാങ്കലിനാണ് ഈ ചൈനീസ് പാങ്കലിൻ. ഇപ്പം പാങ്കലിൻ്റെ ഒക്കെ കള്ളക്കടത്ത് നടത്തുന്നുണ്ടെന്നൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. ലോകത്ത് ഏറ്റവും കൂടുതൽ ട്രാഫിക് ചെയ്യപ്പെടുന്ന ഒരു ആനിമലാണ്. ഇതൊക്കെ അറിയുന്നതിന് വളരെ മുമ്പ് തന്നെ IUCN റെഡ് ലിസ്റ്റിലിട്ട ഒരു മൃഗമാണ് ഈ ചൈനീസ് പാങ്കലിൻ. ഇപ്പോൾ അത് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് സ്പീഷീസിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത നമ്മുടെ സ്വന്തം ഇന്ത്യൻ പാങ്കലിൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലയാളത്തിൽ അതിന് ഈനാമ്പേച്ചി, ഉറുമ്പ് തീനി, അളുങ്ക് എന്ന് പറയുന്ന പേരുകളൊക്കെ ഉണ്ട്. ഇത് ഇന്ത്യയിൽ അങ്ങ് ഹിമാലയത്തിൻ്റെ ഫുട് ഹിൽസ് മുതൽ ഇങ്ങ് താഴെ വരെയുള്ള സംസ്ഥാനങ്ങൾ ഒരുവിധപ്പെട്ട എല്ലായിടത്തും കാണപ്പെടുന്നുണ്ട്. നല്ല തണുപ്പ് കൂടിയ സ്ഥലങ്ങളിൽ ഇതിനെ കാണാറില്ല. അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലും ഇതിനെ കാണാറില്ല. നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ ഇതിന് പകരം അവിടെ കാണുന്നത് ചൈനീസ് പാങ്കലിനാണ്. ഇന്ത്യ കൂടാതെ ശ്രീലങ്ക, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളിലൊക്കെ ഇന്ത്യൻ പാങ്കലിനെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും ഈ ഈനാമ്പേച്ചി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഈ അടുത്തിടയ്ക്ക് 2025 കോഴിക്കോട് ജില്ലയുടെ ഔദ്യോഗിക മൃഗമായിട്ട് പ്രഖ്യാപിച്ചത് ഈ ഈനാമ്പേച്ചിയാണ്. ഇതൊക്കെയാണെങ്കിലും ഇതിനെ കാണാൻ വളരെ പ്രയാസമായിരിക്കും. കാരണം രാത്രി കാലങ്ങളിൽ മാത്രമാണ് ഇത് വെളിയിലിറങ്ങുന്നത്. ചില സമയത്തൊക്കെ നിങ്ങൾ നൈറ്റ് ഡ്രൈവ് പോകുന്ന സമയത്തോ അല്ല കാടിൻ്റെ അടുത്തൂടെയൊക്കെ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ആയിരിക്കും ഒരുപക്ഷെ നിങ്ങൾക്ക് ഈനാമ്പേച്ചി രാത്രി കാലങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഇന്ത്യൻ പാങ്കലിൻ്റെ വലുപ്പം എന്ന് പറയുന്നത് 1 മീറ്റർ മുതൽ 1.2 മീറ്റർ വരെ വലുപ്പം വെക്കും. ഏകദേശം 8 മുതൽ 16 കിലോ വരെ ഭാരം വെക്കുന്ന ഒരു ജീവിയാണ് ഈനാമ്പേച്ചി. ഇവർ രാത്രിഞ്ചരന്മാരായതുകൊണ്ടും വളരെ ഷൈ ആയിട്ടുള്ള ആനിമൽ ആയതുകൊണ്ടും ഇവരെപ്പറ്റി പഠിക്കുക വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഒഡീഷയിലെ നന്ദൻകാനൽ ബയോളജിക്കൽ പാർക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, വലിയൊരു സൂ ആണ് അവിടെ കുറേ വർഷങ്ങളായിട്ട് ഇവർ പാങ്കലിനെ പറ്റി പഠനങ്ങൾ നടത്തുന്നുണ്ട്. 2008 അത് തുടങ്ങിയത്. 2009 മുതൽ അവരതിനെക്കുറിച്ച് പഠിച്ചു തുടങ്ങി. ഇപ്പോൾ ഏകദേശം 22 പാങ്കലിനെ അവരവിടെ ഉണ്ട്. ആ പാങ്കലിനെ പറ്റി പഠിക്കുമ്പോഴത്തേക്കിന് ഇതിനെപ്പറ്റി പഠിക്കാൻ വളരെ പാടാണ്. ഒന്നാമത്തെ കാര്യം, ഇതിന് ഫുഡ് കൊടുക്കാൻ വളരെ പാടാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഏകദേശം 20,000 മുതൽ 70,000 വരെ ഉറുമ്പുകളൊക്കെ വേണം ഒരു ദിവസം ഇവരെ തീറ്റിക്കാൻ. അപ്പോൾ ഒരു 20 പാങ്കലിനെ ഫുഡ് കൊടുക്കാൻ തന്നെ എന്തുമാത്രം കഷ്ടപ്പാടാണ് നിങ്ങൾക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ലോകത്തിലെ ആദ്യത്തെ ക്യാപ്റ്റീവ് ബ്രീഡിംഗ് പ്രോഗ്രാം, ഈ പാങ്കലിൻ്റെ ആദ്യത്തെ ക്യാപ്റ്റീവ് ബ്രീഡിംഗ് പ്രോഗ്രാം ഇന്ത്യയിലാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. അതും ഈ ഒഡീഷയിലെ നന്ദൻകാനൻ ബയോളജിക്കൽ പാർക്കിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അവർ കുറേ പാങ്കലിനെയൊക്കെ പിടിച്ചിട്ട് തിരിച്ച് റീലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ റേഡിയോ ട്രാൻസ്മിറ്ററൊക്കെ വെച്ചിട്ട് അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവർ ഇതിനുവേണ്ടി തന്നെ കുറേ സ്ഥലം മാറ്റി വെച്ചിട്ട് ഓരോ റൂമുകൾ, പ്രത്യേകതരം റൂമുകളൊക്കെ പണിതിട്ട് അവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് അവിടെ പ്രത്യേകമായിട്ട് ഗുഹകളൊക്കെ പണിതുണ്ടാക്കി, റെഡ് സോയിലൊക്കെ കൊണ്ടുവന്ന് അതിട്ട് വിടുന്നു. അവർക്ക് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനായിട്ട് സ്ഥലങ്ങൾ, അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി. പ്രത്യേകമായിട്ട് ഓരോ പാങ്കലിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് CCTVകൾ വെച്ചിട്ടുണ്ട്. പിന്നെ അവർ ഇതിനെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് കുറേയേറെ ബയോളജിസ്റ്റുകളെയും അവിടെ വെറ്റിനറി ഡോക്ടേഴ്സൊക്കെ മാത്രം അതിനുവേണ്ടി തന്നെ ആൾക്കാരെ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊരു സക്സസ്ഫുൾ ബ്രീഡിംഗ് പ്രോഗ്രാമായിട്ടാണ്. അന്നേരമാണ് നമുക്ക് ഈ പാങ്കലിനെ കുറിച്ച് കുറേയേറെ കാര്യങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റിയത്. അവർ കുറേ വർഷങ്ങൾ ഈ പാങ്കലിനെ ഒബ്സർവ് ചെയ്തപ്പോൾ കുറേയേറെ കാര്യങ്ങൾ മനസ്സിലായി. അവരുടെ സോഷ്യൽ ബിഹേവിയർ എങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലായി. അവരുടെ മീറ്റിംഗ് സമയത്ത് അത് ഫീമെയിലും എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നതും അതിൻ്റെ മീറ്റിംഗ് 2 മുതൽ 7 മിനിറ്റ് വരെ നീണ്ടു നിൽക്കുന്നുള്ള കാര്യങ്ങളും അതിൻ്റെ ജസ്റ്റേഷൻ പീരീഡ് 165 ദിവസമാണെന്നുള്ള പഠനങ്ങളും അതിൻ്റെ ലോങ്ങസ്റ്റ് ആയിട്ടുള്ള അതിൻ്റെ ലൈഫ് സ്പാനൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റി. ഏകദേശം ക്യാപ്റ്റിവിറ്റിയിൽ 12.5 വർഷം വരെ ഒരു പാങ്കലിൻ ജീവിച്ചിരുന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള രോഗങ്ങളും ഈ പാങ്കലിന് ബാധിക്കുന്നുണ്ട്. ന്യൂമോണിയ പോലുള്ള രോഗങ്ങളും ഒക്കെ ബാധിക്കുന്നുണ്ടെന്ന് അവരവിടെ ക്യാപ്റ്റീവ് ബ്രീഡിങ് ചെയ്ത് പഠിച്ചപ്പോഴത്തേക്കിനാണ് മനസ്സിലായത്. ഞാൻ 2 മാസം മുമ്പ് ഒഡീഷയിൽ പോയിരുന്നു. അവിടെ നന്ദൻകാനൻ സൂ എനിക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റി. അപ്പം ഈ പാങ്കലിൻ്റെ ബ്രീഡിംഗ് പ്രോഗ്രാമൊക്കെ എനിക്ക് കാണാൻ പറ്റി. നന്ദൻകാനൻ സൂവിൻ്റെ ഇപ്പോഴത്തെ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ മലയാളിയായിട്ടുള്ള മനോജ് വി നായർ IFS ആണ്. അദ്ദേഹം എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്. അദ്ദേഹം തുമ്പികളെക്കുറിച്ചൊക്കെ PhD ചെയ്തിട്ടുള്ളൊരു നല്ലൊരു സയൻറ്റിസ്റ്റ് കൂടിയാണ് അദ്ദേഹം എനിക്ക് കുറേയേറെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തന്നു. അതുപോലെ തന്നെ അവിടെ ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു ബയോളജിസ്റ്റ് ഉണ്ട്, ഡോക്ടർ രാജേഷ് എന്ന് പറയുന്നത്. അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാൻ പറ്റി. അദ്ദേഹം കുറേ ഫോട്ടോസ് എനിക്ക് അയച്ചു തന്നു, കുറേ ഇൻഫർമേഷനൊക്കെ തന്നു. അപ്പോൾ ആ ഫോട്ടോസൊക്കെ ഞാൻ ഇവിടെ ഇടുന്നുണ്ട്. ഈ പാങ്കലിൻസ് ഒക്കെ കാട്ടി ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇവർ ചിതലുകളെയും ഉറുമ്പുകളുടെയൊക്കെ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് ഇവരുടെ മെയിനായിട്ടുള്ള ജോലി. ഇവരെല്ലാം ഉണ്ടെങ്കിലാണ് കാട് ഒരു ബാലൻസിൽ ഇങ്ങനെ പോവുള്ളൂ. ഇനി ഈ പാങ്കലിൻസ് ഒക്കെ നേരിടുന്ന കുറേ പ്രശ്നങ്ങൾ പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കിട്ടാതെ കുറേ എണ്ണം ചത്തു പോകുന്നുണ്ട്. കുറേയേറെ രോഗങ്ങൾ അവരെ ബാധിക്കുന്നുണ്ട്. ന്യൂമോണിയ പോലുള്ള രോഗങ്ങൾ ബാധിച്ച് കുറേ എണ്ണം ചത്തു പോകുന്നുണ്ട്. ചൂട് താങ്ങാതാവാതെ കുറേ എണ്ണം ചാവുന്നുണ്ട്. ഭയങ്കരമായിട്ട് ചൂട് കൂടുമ്പോഴത്തേക്കിന് അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഈ പാങ്കലിൻസിനിടയ്ക്ക് മറ്റേണൽ റിജക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. മറ്റേണൽ റിജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മമാർ തന്നെ ഈ കുഞ്ഞുങ്ങളെ
റിജക്റ്റ് ചെയ്യാറുണ്ട്. ഒരു പക്ഷേ വയ്യാതായ കുഞ്ഞുങ്ങളെയോ അല്ലെങ്കിൽ മറ്റേത് കാരണങ്ങൾ കൊണ്ട് ഉപേക്ഷിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾ പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് ചത്തുപോകാറുണ്ട്. അതിനെ മറ്റേണൽ റിജക്ഷൻ എന്നാണ് പറയുന്നത്. ഇതിനേക്കാളും വലിയ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്മഗ്ലിങ്ങും കള്ളക്കടത്തും ഒക്കെ ആയിട്ട് ഇവരെ നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് എണ്ണത്തിനെ പിടിച്ചിട്ട് ട്രഡീഷണൽ മെഡിസിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇവരെ പിടിച്ചിട്ട് ഇവരുടെ സ്കെയിലൊക്കെ എടുത്തിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഇവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഇതിനെ പിടിച്ച് തിന്നുന്നതുകൊണ്ടോ മരുന്നായിട്ട് കഴിക്കുന്നതുകൊണ്ടോ ഒന്നും ഒരു രോഗം മാറുമെന്ന് യാതൊരു സയൻറ്റിഫിക് എവിഡൻസും ഇല്ല. ഒന്ന് ഓർത്ത് നോക്കി, ഇവരൊക്കെ വളരെ മില്യൺസ് ഓഫ് വർഷങ്ങളായിട്ട് ജീവിച്ചിരിക്കുന്ന ഒരു മൃഗമാണ്. ഈ ഒരു കടുവയുടെ അടുത്ത് ഫ്രണ്ടിൽ ചെന്ന് നിന്നാലോ ഒരു പുലിയുടെ അടുത്ത് നിന്നാലോ പുലിക്കോ കടുവയ്ക്കോ പോലും കൊല്ലാൻ പറ്റത്തില്ല, സിംഹത്തിനെ പോലും. കാരണം ഇവരൊരു ബോളായിട്ടിരുന്നിട്ട് ഒരു ഫുട്ബോൾ രൂപത്തിലിരുന്നിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്കെയിലുള്ളതുകൊണ്ട് ഇവർക്ക് കൊന്നു തിന്നാൻ പറ്റത്തില്ല. കടുവയിൽ നിന്നും പുലിയിൽ നിന്നും ഒക്കെ ഇവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഇവർക്ക് മനുഷ്യരിൽ നിന്ന് ഇവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഇവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഇത് ചെയ്യുന്നവരെല്ലാം എന്തെങ്കിലും ഇത് നിർത്തലാക്കും, ഇത് മനസ്സിലാക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇതൊക്കെയായിരുന്നു ഈനാമ്പേച്ചിയെ പറ്റിയുള്ള വിവരങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് ഈനാമ്പേച്ചിയെ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈനാമ്പേച്ചിക്ക് മരപ്പെട്ടി കൂട്ട് എന്നുള്ളതൊരു ചൊല്ല് മാത്രമാണ്, അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. അപ്പം ഉടൻ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. കീപ് വാച്ചിങ് മൈ ചാനൽ. താങ്ക് യു സോ മച്ച്.